ജീവിതം കളയല്ലെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറയാൻ. എന്റെ പൊന്നു മാമി, വെളിയിൽ നിന്ന് കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ പലതും പറയാം. സത്യം പറയാല്ല, മടുത്ത്. എനിക്കിനി വയ്യ അവന്റെ കൂടെ ജീവിക്കാൻ. ആരെയെ നമ്മൾ പെണ്ണുങ്ങളെ വേണം ആണുങ്ങളെ മാറ്റിയെടുക്കാൻ. ഞാൻ ഒന്ന് പറഞ്ഞതിന് രണ്ടിനെ ഇറങ്ങി വന്നാലേ തൊലയുടെ നമ്മുടെ ജീവിതമാണ്. എങ്ങനെ മാറ്റാന്ന്? ക്യാരക്ടർ ഇഷ്യൂസ് ഉള്ള ഒരാളെ ഒരു കാലത്ത് നമുക്ക് നന്നാക്കാൻ പറ്റൂല. ആര്യ, ഡിവോഴ്സ് ഒന്നിനൊരു പരിഹാരമല്ല. നമുക്കേ പുള്ളി ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കാം. നിങ്ങൾക്കൊന്നും എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവൂല. അയാൾ എപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ച് എന്റെ ഇത്രയും കൊല്ലം പോയി. ഒരു ആൺതുണ ഇല്ലാതെ നീ എങ്ങനെ ജീവിക്കൂ? നിനക്കാണെങ്കിൽ ജോലി പോലും ഇല്ല. എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട് മാമി, പിന്നെ ജീവിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടൻ ഒന്ന് വന്നോട്ട്. ഇവള് നമുക്ക് തലവേദന തന്നെ. എന്നാലും എന്തായിരിക്കും അവള് കണ്ടുവച്ചിരിക്കുന്ന വഴി? നീ നോക്കിക്ക, അഭിലാഷ് വരുമ്പോൾ അവൾ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കും. അവൻ ഇവിടുത്തെ ബിസിനസ് എടുത്ത് അവൾക്ക് കൊടുക്കുകയും ചെയ്യും. നമുക്ക് 8ന്റെ പണിയും കിട്ടും. അമ്മ, നീ എന്നെ വിളിക്കണ്ട. നിന്റെ ഭർത്താവേ ഇച്ചിരി മനസ്സലിവുള്ള കൂട്ടത്തിലുള്ളതാ. അതുകൊണ്ട് ഇങ്ങനെ നടക്കുള്ളൂ. അതിന് ഞാൻ സമ്മതിക്കൂല. എനിക്കതൊന്ന് കാണണം. മോളെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്കൊരു ചാൻസും കൂടെ കൊടുത്ത് നോക്കിയിട്ട് പോരെ ഈ ഡിവോഴ്സൊക്കെ? അതാണ് ഏട്ടാ ഞാനും പറഞ്ഞേ. എടി പിടിന്ന് തീരുമാനം എടുത്ത് വെറുതെ ലൈഫ് കളയണോ ആര്യേ? ചേട്ടാ, ഇത് ഞാൻ ഇന്നോ ഇന്നലെ എടുത്ത തീരുമാനമല്ല. എനിക്കിനി അയാളെ പേടിച്ച് ജീവിക്കാൻ വയ്യ. ശരി, നിന്റെ ജീവിതമാണ്, നീ പറയുന്ന പോലെ. ഇതെന്തോന്ന് പിള്ളേർ കളിയാ? നാളെ ഇവളുടെ ജീവിതം എന്താവുമെന്ന് ആലോചിച്ചാ? ഒരു പുതിയ കുടുംബമൊക്കെ ഉണ്ടാക്കാനേ കുറച്ച് പാടുണ്ട്. ഇവിടെ 1ാം കെട്ടിനെ ആളില്ല, പിന്നെയാണ് 2ാം കെട്ട്. അതൊക്കെ പോട്ട്, ഇവക്ക് ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന്? ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ബിസിനസ് വിളയിപ്പിക്കും. അത് വേണ്ട ഏട്ടാ. എന്ത് വേണ്ടാന്ന്? എടി, എനിക്കുള്ളതൊക്കെ നിനക്കും കൂടെ ഉള്ളതല്ലേ? അത് ശരിയല്ല ഏട്ടാ. ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ നാട്ടിലെയും ദുബായിലെയും ബിസിനസ് എല്ലാം. അതിൽ എനിക്ക് ഒരവകാശവും ഇല്ല. ചേട്ടൻ എനിക്ക് ഇവിടെയുള്ള ഫാർമസ്യൂട്ടിക്കൽ ഓഫീസിലൊരു ജോലി തന്നാൽ മതി. അതും പുറത്തുനിന്ന് ഒരാളെ വെച്ച് കൊടുക്കുന്ന ശമ്പളത്തിൽ. എടി, അതെന്തിനാ അങ്ങനെയൊക്കെ? അത് മതി ഏട്ടാ. എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും MBA ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അക്കൗണ്ട്സിൽ എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതി. അതിൻ്റെ ഒരു ആവശ്യമില്ല നിനക്ക്. എൻ്റെ അനിയൻ്റെ മോൻ ഒരു വക്കീലുണ്ട്. അവൻ്റെ അടുത്ത് ഡൈവേഴ്സ് കേസ് ഏൽപ്പിച്ചാൽ മാസം ജീവിക്കാനുള്ള ഒരു തുക മറ്റവൻ്റെ അടുത്ത് നിന്ന് അവൻ വാങ്ങിച്ചു തരും. അതുപോരെ? അയ്യോ, ഒന്നും വേണ്ട. എന്നെ ജീവിക്കാൻ വിട്ടാൽ മതി. അയാൾ അധ്വാനിക്കുന്ന കാശ് അയാൾക്ക്, എനിക്കുള്ള ഞാൻ ഉണ്ടാക്കി ജീവിച്ചോളാം. നീ എന്തായാലും നാളെ ജോയിൻ ചെയ്യും. നാളെ തന്നെ എനിക്ക് പോകണമല്ലോ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ വിനയ പറഞ്ഞു തരും. മാമി, കഴിഞ്ഞ വർഷത്തെ പർച്ചേസ് ഡീറ്റെയിൽസിന്റെ ഫയൽ എവിടെ ഇരിക്കണേ? കഴിഞ്ഞ വർഷത്തത് ഗോഡൗണിലല്ലോ ആയിരിക്കും. അതൊക്കെ എടുക്കാൻ പാടാണ് അരിയെ. അത് കുഴപ്പമില്ല, ഞാൻ പോയി എടുത്തോളാം. പിന്നെ എന്തിനാ അത്? അതെനിക്ക് പർച്ചേസ് ആവറേജ് ഒക്കെ ഒന്ന് പഠിക്കാനാണ്. നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചിട്ടാണ് ഞാനല്ല അറിയണ്ടേ? ഞാൻ ചേട്ടന്റെ ഭാര്യയാണ്. അപ്പൊ ഒരു അല്പം പ്രയോറിറ്റി ഒക്കെ ആവാം. എടി, അതങ്ങനെ തീരുമാനം എടുത്തിട്ടൊന്നുമില്ല. ഇവിടുത്തെ അക്കൗണ്ട്സും കൂടെ അവൾ നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അതിനെന്താ അവളൊരു കോഴ്സോ എന്തോ പഠിക്കുന്നെന്നും പറഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ ചെയ്തോളാം പറഞ്ഞു. ചേട്ടന്റെ ഭാര്യയെ ഞാനാണ് ഈ ബിസിനസിന്റെ പകുതി നോക്കി നടത്തുന്നത്. അപ്പൊ ഞാനൊന്നും അറിയണ്ടേ? ശരി, ഞാനിപ്പോൾ എന്തോ വേണം? ചേട്ടൻ ഇങ്ങനെ ചെയ്താൽ നാളെ അവൾ ഓഫീസിൽ എനിക്ക് ഒരു വിലയും തരാണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ സ്റ്റാഫ്സും പഠിക്കും. അതുകൊണ്ട് അവൾ ഓഫീസിലെ അക്കൗണ്ട് സ്റ്റാഫാണെങ്കിൽ അതിന്റെ ഫ്രീഡം മാത്രം കൊടുത്താൽ മതി. ചേട്ടൻ ഒന്ന് പ്രൊഫഷണൽ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അമ്മ അവളേതോ അക്കൗണ്ട്സിന്റെ കോഴ്സ് എടുത്ത് പഠിക്കാൻ പോകുന്നതാണ് അറിഞ്ഞത്. ദുബായിലെ പോലെ ഇവിടുത്തെ അക്കൗണ്ട്സും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാനാണ് അവളുടെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ എല്ലാ കൺട്രോളും ആവും, നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. എന്നാ അതൊന്ന് കാണണല്ല. അവളെ വിളഞ്ഞ വിത്ത. അവളെ എങ്ങനെയെങ്കിലും നൈസായിട്ട് ദുബായിലേക്ക് പാക്ക് ചെയ്യണം. അവൾ പഠിക്കുന്ന കോഴ്സ് നീ കൂടെ പഠിക്കും. പിന്നെയല്ല നമുക്ക് ഡീൽ ചെയ്യാം. നിങ്ങളുടെ ദുബായ് ഓഫീസ് ഓൾറെഡി SAP ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് SAP ഫിനാൻസ് പാക്കേജ് പഠിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതാകുമ്പോൾ ടാലി, എക്സൽ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അങ്ങനെ എല്ലാ മോഡ്യൂൾസും കവറാക്കും. പിന്നെ ഭാവിയിൽ നിങ്ങളുടെ ട്രിവാൻഡ്രം ഓഫീസും SAP ഇൻറ്റഗ്രേറ്റഡ് ആക്കാം. ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനുണ്ട്.
അതാവുമ്പോൾ എല്ലാ അക്കൗണ്ട്സും ഒരു സ്ഥലത്താകുമല്ലോ. പിന്നെ എനിക്ക് ഇവിടെ ഇരുന്നേനെ ദുബായിലെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വന്ന് പഠിക്കുന്നത് ഭയങ്കര പാടായിരിക്കും. ഈ ജോബും ഓഫീസും കൂടെ ആകുമ്പോഴേ ഭയങ്കര hectic ആവും. അയ്യോ മാം, അത് കുഴപ്പമില്ല. ഇത് വെറും 4 മാസത്തെ കോഴ്സാണ്. നിങ്ങൾ അതിനു വേണ്ടി ഇവിടെ വരണമെന്നില്ല, ഓൺലൈനായിട്ട് പഠിക്കാം. ഇവിടെ കരിയർ ഗ്രോത്തിനും സാലറി ഹൈക്ക് കിട്ടാനും വേണ്ടിയൊക്കെ ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് പഠിക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ് മിസ്സായാലും ഞങ്ങൾ റെക്കോർഡിങ്സ് തരും. അതൊക്കെ, പക്ഷേ ഇവിടെ പഠിക്കുന്നതിൽ വല്ല ഗുണമുണ്ടോ? അല്ല, വേറെ കൊണ്ട് ചോദിക്കുന്നതല്ല, ഇവിടെ മുൻപ് പഠിച്ചിരുന്നവർക്ക് വല്ല ജോലി കിട്ടുന്നത് നമുക്ക് അറിയണ്ടേ? മാഡം, കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ കോക്കോനറ്റ് അക്കാഡമിയിൽ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. SAP, ഇൻഫോസിസ്, TCS പോലുള്ള ടോപ്പ് MNCസിൽ വർക്ക് ചെയ്തിരുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ് നമ്മുടെ ഇവിടെ ക്ലാസ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിലും വിദേശത്തിലുമായിട്ട് 28ഓളം ഇൻഡസ്ട്രീസിൽ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഹൈ സാലറി പാക്കേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊള്ളാലോ. അപ്പോൾ പ്ലേസ്മെൻ്റ് ഉണ്ടല്ലേ? അതെ, നീ ഇവിടെ പഠിച്ചിട്ടേ എബ്രോഡ് വല്ല ജോബും ട്രൈ ചെയ്യും. ഈ SAP തന്നെ ചേരണമെന്നൊന്നുമില്ല. AI, ഡേറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ കോഴ്സ് ഉണ്ടല്ലോ, നീ അത് പഠിക്കും. അതാകുമ്പോൾ ഐറ്റിൽ നല്ല സ്കോപ്പാ. വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ബിസിനസ് ഞാനും ചേട്ടനും തന്നെ നോക്കാൻ ധാരാളം. അല്ല ചേച്ചി, ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിസിനസ് ഈ ലെവലിൽ എത്തിച്ചത്. അപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ശമ്പളം വാങ്ങിക്കുന്നതിനേക്കാളും ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കണമെന്നാണ് എനിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാം അല്ലേ? ചേട്ടൻ ഇപ്പം എത്തി. വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് 1 മാസം എത്ര രൂപ ചെലവുണ്ട്? പറ, ഞാൻ നിന്റെ അടുത്താ ചോദിച്ചേ. അത് നിനക്ക് ഞാൻ അറിയാത്ത എന്തെങ്കിലും ചെലവുണ്ടോ? എന്താ അഭിലാഷ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മ ഇപ്പം ഇതിൽ ഇടപെടണ്ട. അതല്ല അഭിലാഷേ, എൻ്റെ മോളെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണോ? പിന്നെ എന്റെ കമ്പനിയിൽ നിന്ന് കാശ് വെട്ടിച്ചാ ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണോ? അതും എന്റെ ഭാര്യ വെട്ടിച്ചാ? ചേട്ടാ, വെറുതെ അനാവശ്യം പറയല്ലേ. പ്രൂഫ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം ഇവള് വെട്ടിച്ചതേ 15 ലക്ഷം രൂപയാ. അതിന് മുമ്പിലത്തൊക്കെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് തന്നെ ഇപ്പൊ 6 ലക്ഷം കഴിഞ്ഞു. ഇതൊക്കെ ആര് പറഞ്ഞു അഭിലാഷേ? വെറുതെ കള്ളം പറയല്ലേ. മാമി, ഈ ഫയലിലുള്ളതേ കമ്പനി ഡേറ്റയിൽ നിന്ന് ഞാൻ എടുത്തതാ. അതെങ്ങനെ കള്ളാവും? ഞങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യം എന്തോന്ന്? ഇല്ലെങ്കിൽ സ്വന്തം കമ്പനിയിലത് ആരെങ്കിലും ഓടിക്കോ? അത് തന്നെ എനിക്ക് അറിയേണ്ടത്. വിനയ, നീയും ഞാനും ഒപ്പിടാതെ 1 രൂപ പോലും അവിടുന്ന് പോകില്ല. ഞാൻ ഇതിനകത്തൊന്നും ഒപ്പിട്ടിട്ടുമില്ല. പിന്നെ എങ്ങനെ എന്റെ ഒപ്പിതിൽ വന്നു? അതിനർത്ഥം നീ ഇതിനകത്ത് കള്ളപ്പെട്ടെന്നില്ലേടി? കൊള്ളാരിയേ, ഇത് നിന്റെ ഐഡിയ ആയിരുന്നല്ലേ? എന്നെ അമ്മയെ പുറത്ത് ചാടിച്ച് കമ്പനി വശത്താക്കണം. അനാവശ്യം പറയരുത്. അവൾ അങ്ങനെ ചെയ്യൂല. ഓ, അപ്പൊ ഭാര്യയില്ല, അനിയത്തിയാണ് വിശ്വാസം? രണ്ടുമല്ല, എനിക്ക് ഇതിനകത്ത കണക്കിനകത്ത വിശ്വാസം. എന്നാ നീ ഇതിനെ വിശ്വസിച്ചിരുന്നോ? ദേ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. കള്ളിയായിട്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ പോവാ. അമ്മ നിക്ക്, ഞാനും കൂടെ ഇറങ്ങുവാ. നിങ്ങൾ അനിയത്തി ചേട്ടനും കൂടെ എന്താന്ന് വെച്ചാൽ അയക്കോ, ഞാനും കൂടെ ചോദിക്കാം. പക്ഷെ നീ അനുഭവിക്കോ? ആര്യേ, ചെയ്യാത്ത കാര്യങ്ങളെ എന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കുന്നത്. നീ അനുഭവിക്കോടി. വാമ്മ, നമുക്ക് പോവാം. ഞാൻ എന്തോന്ന് പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അമ്മ കൃത്യം ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കാര്യം പറഞ്ഞത്. എന്നാലും അവൾ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോടി. നിന്ന നിപ്പിൽ ഇറങ്ങി വന്നുകൊണ്ട് തുണി പോലും എടുത്തില്ല. ഇനി അങ്ങോട്ട് പോയി എടുക്കാനും പറ്റൂല. അത് നാളെ നമുക്ക് എന്തെങ്കിലും മേടിക്കാം. ജോയിന്റ് അക്കൗണ്ടിൽ കാശ് കിടപ്പുണ്ടല്ലോ. പക്ഷെ അമ്മ, നമ്മളിനി എന്ത് ചെയ്യും? എടി, അവൻ 2 ദിവസം നോക്കും. നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലേ അവൻ തനിയെ ഇങ്ങോട്ട് വിളിച്ചോളും. പിന്നെ നമുക്ക് ഡീൽ ചെയ്യാം. അമ്മ, ഒരാഴ്ചയായി നമ്മളിവിടെ വന്നിട്ട് ചേട്ടനിതുവരെ വിളിച്ചതുപോലും ഇല്ലല്ലോ അമ്മ. അത് എന്നോട് ഞാനും ആലോചിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്. നീ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് നിന്റെ രീതിയിൽ നീ അവനെ വിളിച്ച് പറ. ചേട്ടാ, ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. ചേട്ടനെ വിളിച്ചു. നീ ആദ്യം തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് പറ.
ബാക്കി പിന്നെ സംസാരിക്കാം. അല്പ കടുപ്പമാണ്. നീ ഒരു കാര്യം ചെയ്, അവസാനത്തെ അടവേട് അതിലവൻ വീഴും. ശരി, ചേട്ടന് വിശ്വാസമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിലേ വിശ്വാസമില്ലാത്തവരോട് ജീവിക്കണ്ട, നമുക്ക് പിരിയാം, ഡിവോഴ്സും ചെയ്യാം. എന്നാലും നീ സമ്മതിക്കൂലല്ലേ? ചേട്ടൻ ഞാനത് ചെയ്തില്ലല്ലോ. വിനയ, നീ തെറ്റേറ്റ് പറഞ്ഞാ ഇതിപ്പോ ഇവിടെ തീരും. ചേട്ടാ ഞാൻ ചെയ്തില്ല ചെയ്തില്ല ചെയ്തില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ഒരു കാലത്തും നന്നാവത്തില്ല. ഇതേ പറ്റിപ്പോയതല്ല, നിങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്തതാ. ഇതിപ്പൊ പിടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇനിയും ചെയ്തേനെ. ഇനി എനിക്ക് നിന്നെ കൂടെ കൊണ്ട് നടക്കാൻ വയ്യ. നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. നീ പറഞ്ഞതുപോലെ. എടാ, നിന്റെ തലയ്ക്കൊഴിഞ്ഞ് പോകാനല്ല മാമന്റെ പ്രായമുള്ള നിന്നെ അവള് കിട്ടിയത്. അങ്ങനെ ഊരി പോ, നീ വിചാരിക്കണ്ട. അങ്ങനെ ചുമ്മാ ഊരി പോണില്ല. ഇവിടുന്ന് മോട്ടിച്ച പൈസ 1 രൂപ കുറയാതെ സെറ്റിൽ ചെയ്യിച്ചേ ഞാൻ വിടും, കേട്ടോ? നീ പേടിക്കാതെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അവനെ 2 കൽപ്പിച്ചാണ്. ഹായ്, ശ്രീധർഷ് അഡ്വക്കേറ്റ് ആണ്. നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ഇരിക്കും. ഞാൻ എൻ്റെ ക്ലയൻറ്റ് വിനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണ്. ഓ, അപ്പോൾ അവള് ഫയൽ ചെയ്തല്ലേ? ചെയ്തിട്ടില്ല, ഗതികെട്ടാ ചെയ്യും. ഗതികേടാനൊന്നുമില്ല വക്കീലേ. എൻ്റെ 10-25 ലക്ഷം രൂപ പറ്റിച്ച് അവളുടെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സെറ്റിൽ ചെയ്യിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള നിലപാടിലാണെങ്കിൽ എനിക്കും കടുത്ത രീതിയെ മുന്നോട്ട് വേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു ഔട്ട്സൈഡ് കോർട്ട് സെറ്റിൽമെൻറ്റ് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വില്ലിങ് അല്ലെങ്കിലോ? താൻ ജയിലിൽ കിടന്നുണ്ടതിൻ്റെ ചേട്ടനും അനിയത്തിയും കൂടെ പാവപ്പെട്ട വീട്ടിലെ അമ്മ മാത്രമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്ത്രീധനം കുറവായതിൻ്റെ പേരിൽ ഗാർഹിക പീഡനം നടത്തി വരികയായിരുന്നു. അവളെയും അവളുടെ അമ്മയും നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്. ശമ്പളം പോലും ഇല്ലാതെ നിങ്ങളുടെ ഓഫീസിൽ അവരെ പണിയെടുപ്പിച്ചു. ഒടുവിൽ സഹിയിട്ട് അവർ ഇറങ്ങിപ്പോയപ്പോൾ ചേട്ടനും അനിയത്തിയും കൂടെ തിരിമറി രേഖകൾ ഉണ്ടാക്കി ഇപ്പോൾ കള്ളക്കേസിൽ പെടുത്താൻ നോക്കുന്നു. കാരണം നിങ്ങൾ അവരോട് ചെയ്തത് പുറം ലോകം അറിഞ്ഞാൽ നിങ്ങൾ കസ്റ്റഡിയിൽ പോകുന്നുള്ള നിങ്ങളുടെ പേടി. ഒരു ആയുഷ്കാലം മുഴുവൻ അവരെ പണിയെടുത്താൽ നിങ്ങൾ ഫ്രെയിം ചെയ്ത എമൗണ്ട് അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ അവർ പേടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണമായിരിക്കും, അല്ലേ അഭിലാഷ്? അനാവശ്യം പറയരുത്. കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കേസ് മാത്രമല്ല, ശിഷ്ടകാലം അവക്ക് ജീവിക്കാൻ മാസം ഒരു തുക ജീവനാംശം ആവശ്യപ്പെടും. ഇനി പറയാം അഭിലാഷ്, ഈ കേസ് നമുക്ക് എങ്ങനെ സെറ്റിൽ ചെയ്യാം? ദയവേതും എൻ്റെ അനിയത്തി ഇതിൽ വലിച്ചടിക്കരുത്. അഭിലാഷ്, എൻ്റെ ക്ലയൻറ്റിന് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. എന്തായാലും നിങ്ങളോടൊപ്പം ഇനി അവർക്ക് ജീവിക്കാൻ താല്പര്യമില്ല. സോ മ്യൂച്വലി പിരിയാം. നിങ്ങൾക്ക് ആവശ്യത്തിന് ബിസിനസ്സുണ്ട്. സോ മാന്യമായൊരു തുക അവർക്ക് മാസം ജീവിക്കാൻ നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ കമ്പനി കാശ് എഴുതി തള്ളുക. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റുന്ന കാര്യമില്ലേ? ഇതാ, ഇതെൻ്റെ കാർഡാണ്. ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്തിട്ട് എന്നെ വിളിക്കുക. ഞാനത് നീ ഞാനറിയാതെ എത്രയും കാശെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. നീ എന്നോട് ക്ഷമിക്ക്. വെറുതെ എൻ്റെ അനിയത്തി ഇതിനകത്ത് വലിച്ചിട്ടരുത്. ഞങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ ഞങ്ങൾ തിരിച്ചും ചെയ്യും. എന്തായാലും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ സംശയമുള്ള ഒരു ഭർത്താവിന് എനിക്ക് വേണ്ട. വക്കീൽ പറഞ്ഞ പോലെ നമുക്ക് മ്യൂച്വലായിട്ട് പോവാം. ഇവക്ക് മാസം കഴിയാനുള്ള തുക കൊടുത്താൽ മതി. അത് എത്രയാണെന്ന് വക്കീൽ പറയും. പിന്നെ ഞങ്ങൾ എടുക്കാത്ത കാശ് ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. അതും കൂടെ ഒഴിവാക്കണം. അതൊന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പിന്നെ. ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചത് തന്നെയാണ് ഇത്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു 2 വർഷത്തേക്ക് തൽക്കാലം ലീഗൽ ഡിവോഴ്സ് കൊടുക്കരുത്. ഒന്നാമത് ആര്യയുടെ കാര്യം നാട്ടുകാരും ബന്ധുക്കളൊക്കെ അറിഞ്ഞു. അതൊന്ന് തണുക്കുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ആയാൽ അവർക്ക് പറഞ്ഞു ചിരിക്കാൻ അത് മതി. പിന്നെ ഞാൻ നീ തീരുമാനം എടുത്തെങ്കിൽ
എൻ്റെ തീരുമാനം ഞാൻ പറയാം. നാട്ടിലുള്ള കമ്പനി വിറ്റ് ഞാൻ ആരെയും കൊണ്ട് ദുബായിക്ക് പോകും. ഇനി ഇങ്ങോട്ടില്ല. നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്തോ, ഞാൻ വന്ന് സൈൻ ചെയ്തോളാം. അപ്പൊ അതുവരെ ഞങ്ങളെങ്ങനെ ജീവിക്കും? കമ്പനി വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് 59% നിങ്ങളെടുത്തോ. ഞാൻ നാളെ തിരിച്ചു പോകും. കമ്പനി സെയിലാകുമ്പോൾ വരാം. അതുവരെ ഇവിടുത്തെ കാര്യം ആരും നോക്കിക്കോളൂ. ആ ചേട്ടാ, ഞാൻ ഇവിടെ എത്തിയേ. ഒരു മിനിറ്റ്. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ചേച്ചി ചെയ്യണമെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. കമ്പനി മേടിക്കാൻ ഒരു പാർട്ടി വന്നു. നാളെ അവർ ഡീൽ നടത്തും. ഞാൻ ഇവിടെ ആയിപ്പോയി, വരാൻ ഒരു വഴിയില്ല. 2 പ്രശ്നമുണ്ട്. എന്തുവാണ്? ഞാൻ നീ ഒപ്പിട്ടാലേ അത് വിൽക്കാൻ പറ്റത്തുള്ളൂ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഈ പവർ ഓഫ് അറ്റോർണി റെഡിയാക്കാൻ ഞാനങ്ങ് വിട്ടുപോയി. ആര്യ ഡോക്യുമെന്റ് കൊണ്ട് വന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യൂ, അതിൽ എൻ്റെ ഒപ്പൊന്ന് ഇട്ട് കൊടുക്കൂ. പിന്നെ നാളെ അവർ എമൗണ്ട് ഇടുന്നത് നമ്മുടെ ജോയിന്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ ആ ചെക്കും കൂടെ ഒന്ന് സൈൻ ചെയ്യണം. നീ 2 കൂടെ ഒന്ന് സൈൻ ചെയ്ത് ആര്യ ഒന്ന് ഏൽപ്പിക്കൂ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അമ്മ എന്ത് ചെയ്യാ? ഇതിലെന്തോ ആലോചിക്കേ. ഒപ്പിട്ട് വേഗം ക്യാഷ് കയ്യിൽ വാങ്ങിക്കാൻ നോക്ക്. പിന്നെ ചെക്ക് നീ അവളുടെ കയ്യിൽ കൊടുക്കണ്ട, നീ സബ്മിറ്റ് ചെയ്താൽ മതി. പവർ ഓഫ് അറ്റോർണിയിൽ ചേട്ടൻ്റെ ഒപ്പിട്ട് തരാം. പക്ഷേ ബാങ്കിൽ ചെക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യും. ചേട്ടാ, നീ ആ ഫോൺ കൊണ്ടൊന്ന് തിരിച്ചേ. എന്ത്, നിങ്ങൾക്ക് അവളെ വിശ്വാസമില്ലേ? ഇല്ല, നിങ്ങൾ കാശെടുത്ത് ഞങ്ങളെ പഠിച്ചിട്ട് പോയാലോ? ഞങ്ങൾക്ക് ഒരു വാക്കേ ഉള്ളൂ, ചെക്ക് ഒപ്പിട്ട് കൊടുക്കണം. അത് നടക്കൂല. എന്നാലേ ഞാനിത് കൊടുക്കുന്നില്ല. ബാക്കി നമുക്ക് കോടതി കാണാടി. ആ കാണാം. ചേട്ടാ മതി. എൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ചെക്ക് അവരെടുത്തോട്ടെ. പവർ ഓഫ് അറ്റോർണി ഞാൻ കൊണ്ടുപോവാം. ഇതിലൊന്ന് ഒപ്പിടൂ. കിട്ടിയോ? എല്ലാം നല്ല ക്ലാരിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ലെന്ന് തോന്നുന്നു. എടി, നീ എൻ്റെ ഒപ്പിടുന്ന വീഡിയോയെ ഇവള് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മതി ഞങ്ങൾക്ക് കോർട്ടിൽ പ്രൂവ് ചെയ്യാൻ. ഞങ്ങളെന്ത് പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിച്ച? അമ്മയുടെ മോളുടെ സകല പ്ലാനും ഞങ്ങൾ നേരത്തെ തൂക്കി. ഞാനൊന്നൊരു ഫയൽ വാങ്ങാൻ വന്നത് ഓർമ്മയുണ്ട? അമ്മ ഇത് പണിയാവൂ? അവള് പണി പഠിക്കാനില്ലേ, നീ പേടിക്കാതെ. ചേട്ടൻ ദുബായിൽ മാനേജറിനെ വെച്ചിട്ട് ഇനി തൊട്ട് ഇവിടെ വന്ന് നിൽക്കാന്നൊക്കെയാ ഇന്നലെ കൂടി പറഞ്ഞ്. അതിന് നീ എന്തോ പറഞ്ഞു? ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ആ ഐഡിയ അങ്ങ് മാറ്റി വെച്ച്. പക്ഷെ എത്ര നാളെന്ന് പറഞ്ഞമ്മ ഇങ്ങനെ നിൽക്കും? കുറച്ച് നാൾ അങ്ങനെ പോട്ട്. അമ്മയൊരു ഒറ്റ ആൾ പറഞ്ഞിട്ടാണ് ആ മാമന്റെ പ്രായമുള്ളവരത്തിനെ കെട്ടിയത്. അങ്ങനെ ഇപ്പോഴും ചോദിക്കും, ഇത്രയും പ്രായമുള്ളവരത്തിനെ കണ്ടിട്ട് എങ്ങനെ പ്രേമിച്ചെന്ന്. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, പിന്നെ ചുമ്മാ ഇരി. അതല്ല അമ്മ, എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളത് ഉണ്ടാക്കിയിട്ട് വേണം ഒരു ഡിവോഴ്സ് അടിച്ചു പോകാൻ. സമയമാകുമ്പോൾ ഞാൻ പറയാം, അതുവരെ നീ വെയിറ്റ് ചെയ്യും. ഇത് കേട്ടപ്പോ തന്നെ ഞാൻ ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. വേണമെങ്കിൽ അന്ന് തന്നെ 2 എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു വിടായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു വിട്ടാലേ തിരിച്ച് പണി തരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ രഹസ്യമായിട്ട് നിങ്ങളവിടെ നടത്തിയ തിരിമറി കണ്ടുപിടിക്കാൻ തീരുമാനിച്ചത്. തെളിവ് വേണമല്ലോ. എന്നിട്ട് പിടിച്ചതിൻ്റെ അന്ന് നിങ്ങളത് ഏറ്റു പറയും. എന്നിട്ട് ഡിവോഴ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളെ ഡിസ്റ്റടിച്ചു, സ്കൂട്ടായി. എന്നിട്ട് എനിക്കിട്ട് പണിയാനും നോക്കി. ഇപ്പം ബോൾ ഞങ്ങളുടെ കോർട്ടിലാണ്. ഇനി കളി എന്താണെന്ന് നിങ്ങൾ കണ്ടോ? അമ്മ മോള് നയാ പൈസ ഇല്ലാതെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടി വരും. വാ മോളെ.
അയ്യോ ചേട്ടാ, ഒരു അബദ്ധം പറ്റിപ്പോല, സോറി. മോനെ ചതിക്കല്ലേ, കാല് പിടിക്കാം. എടി, ഈ അബദ്ധം എന്ന് പറയുന്നതേ അറിയാതെ പറ്റുന്നതാ. നീ ഇത് കരുതി കൂട്ടി ചെയ്തതല്ലേ. നിങ്ങൾ പൈസ വെട്ടിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമം തോന്നിയതേ നീ പണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ചതെന്ന് അറിഞ്ഞപ്പോഴാണ്. എന്റെ ചേട്ടൻ നിങ്ങൾ രണ്ടുപേരും എത്ര കാര്യമായിട്ടാണ് നോക്കിയെന്ന് എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ തോന്നി? രാത്രി മോഷ്ടിക്കാൻ ഇറങ്ങുന്നവർക്ക് ഇതിനേക്കാളും അന്തസ്സുണ്ട്. എന്നെ പറ്റിച്ച് ഇത്രയും പൈസ എടുത്ത് എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് നിനക്ക് ഞാൻ ഈ മാസപ്പടി കൂടെ തരണം അല്ലേടി? ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലിമണി എന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കി വെച്ചേക്കണത്. അത് നിങ്ങളെ പോലെയുള്ള കുറെ എണ്ണം എടുത്ത് മിസ്യൂസ് ചെയ്യാനുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ അലിമണി മേടിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ സുഖമായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ അങ്ങനെ തിന്നാലേ എന്റെ തൊണ്ടേന്ന് ഇറങ്ങൂല. ഭർത്താവിനെ പറ്റിച്ചും വെട്ടിച്ചും ജീവിച്ചിട്ട് അവസാനം പിടിക്കപ്പെടുമ്പോ കൊണ്ടുപോയി കള്ളക്കേസം കൊടുക്കും. എന്നിട്ട് ഉള്ളോടെ കാലം അവൻ ചെലവിനും കൊടുത്തോണം. നിന്റെ ഒക്കെ തൊലിക്കട്ടി നമിച്ചടി. പിന്നെ നിന്റെ ആ മറ്റേ വക്കീലിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേരെ ഈ കേസിൽ ഉണ്ട തിന്നാൻ പോണതേ നിങ്ങൾ തന്നെയാണെന്ന്. കാശിന് വേണ്ടി കല്യാണം കഴിക്കുന്നതും കാശിന് വേണ്ടി മാത്രം ഡിവോഴ്സ് ചെയ്യുന്നതും ഇന്ന് സർവ്വസാധാരണമായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് വിവാഹശേഷം പല സ്ത്രീകളും സ്വന്തം കുടുംബത്തിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ജോലി ഉപേക്ഷിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഭർത്താവിൻ്റെ സാലറി ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും അവർ ജീവിക്കുന്നത്. ഒരു ഡിവോഴ്സിന് ശേഷം ഇത്തരം സ്ത്രീകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാതിരിക്കാനും അവരുടെ ജീവിത നിലവാരം ഒറ്റ ദിവസം കൊണ്ട് തകരാതിരിക്കാനുമുള്ള സംരക്ഷണമാണ് ജീവനാംശം. പക്ഷേ ഇന്ന് ചില സ്ത്രീകളെങ്കിലും ഇതിനെ ഭർത്താവിൻ്റെ പൈസ തട്ടാനും അവരെയും അവരുടെ കുടുംബത്തെയും ദ്രോഹിക്കാനുള്ള ഒരു വഴിയായി കാണും. വിവാഹത്തെ വെറും കച്ചവടമായിട്ടും പെട്ടെന്ന് കുറേ കാശുണ്ടാക്കാനുള്ള മാർഗമായിട്ടും കാണുന്ന ഇത്തരം സ്ത്രീകൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടായാൽ മാത്രമേ ഈ നിയമത്തിൻ്റെ ദുരുപയോഗം നമുക്ക് തടയാനാകൂ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ജീവനാംശ നിയമങ്ങളിൽ എന്തു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇനിയെങ്കിലും നിരപരാധികളായ ഭർത്താക്കന്മാർ ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാവാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന Coconut Academy, Kerala's leading tech training institute.